So historically, militarism developed as a product of political power. അപ്പോൾ പൊളിറ്റിക്കൽ പവറിൻ്റെ രാഷ്ട്രീയ അധികാരത്തിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ് എന്തുണ്ടാവുന്നത് മിലിറ്ററിസം ഉണ്ടാവുന്നത്. ഇറ്റ്സ് മെയിൻ ജോബ് വാസ് ടു പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് റൂളിംഗ് ക്ലാസ്. ആ റൂളിംഗ് ക്ലാസ്സിൻ്റെ താല്പര്യങ്ങളെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഭരണവർഗത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് എന്താ മിലിറ്ററിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മിലിറ്ററിസം ഈസ് അസോസിയേറ്റഡ് വിത്ത് ഗ്രേറ്റ് പവർ പൊളിറ്റിക്സ്, ദാറ്റ് ഈസ് ഇമ്പീരിയലിസം, ടെറിട്ടോറിയൽ കോൺക്വസ്റ്റ് ആൻഡ് വാർ. അപ്പോൾ ഗ്രേറ്റ് പവർ പൊളിറ്റിക്സ്, അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ടതാണ് ഏതാ മിലിറ്ററിസം. അതായത് ഇമ്പീരിയലിസം, സ്വേച്ഛാധിപത്യം, ടെറിട്ടോറിയൽ കോണ്ടെക്സ്റ്റ്, ഭൂമിശാസ്ത്രപരമായ ആക്രമണം, ആൻഡ് വാർ, യുദ്ധം. അപ്പോൾ ഈ മൂന്ന് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറയുന്നത് മിലിറ്ററിസം എന്ന് പറയുന്നത്. സോ മിലിറ്ററിസം ഷുഡ് ബി അണ്ടർസ്റ്റുഡ് ആസ് എ പ്രോസസ് വെയർ ബൈ military values, ideology and behavior achieve dominating influence in the social, economic and external affairs of the state. അതായത് ഒരു രാഷ്ട്രത്തിൻ്റെ സാമൂഹിക, സാമ്പത്തിക, ബാഹ്യമായ പ്രവർത്തനങ്ങളിൽ സൈനികപരമായിട്ടുള്ള മൂല്യങ്ങൾ, അവരുടെ ആദർശങ്ങൾ, അവരുടെ പെരുമാറ്റങ്ങൾ, അവരുടെ അച്ചീവ്മെൻറ്റ്സ്, അവരുടെ ഡോമിനേഷൻ, ഇവയുണ്ടാക്കുന്ന സ്വാധീനമാണ് എന്ന് പറയാം മിലിറ്ററിസം. സോ മിലിറ്ററിസം ഈസ് ആൻ ഇൻഫ്ലുവൻസ് ഓഫ് മിലിറ്ററി ഐഡിയാസ്, ബിഹേവിയർ ഓവർ ദി സോഷ്യൽ, എക്കണോമിക് ആൻഡ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്. ഒരു രാഷ്ട്രത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തികപരമായ പ്രവർത്തനങ്ങളിൽ എന്ത് ചെയ്യുന്നു, സൈനികപരമായ വാല്യൂസ്. അപ്പോൾ ഏറ്റവും ഉദാഹരണം നമ്മൾ പറയാം, മിലിറ്ററിസത്തിന് ഉദാഹരണമാണ് 1999 പാകിസ്ഥാനിലുണ്ടായിരുന്ന നവാസ് ഷെരീഫ് ഗവൺമെൻറ്റിനെ ഓവർത്രോ ചെയ്തുകൊണ്ട് ജനറൽ പർവേസ് മുഷറഫ്, അവിടുത്തെ സൈനിക നേതാവായിരുന്ന പർവേസ് മുഷറഫ് എന്ത് ചെയ്തത്, പാകിസ്ഥാൻ പ്രസിഡൻ്റായിട്ട് വരും. അപ്പോൾ ഒരു ജനവിഭാഗത്തിൻ്റെ മുകളിൽ മിലിറ്ററി ഐഡിയോളജീസിൻ്റെ ഡോമിനേഷനാണ് എന്താ മിലിറ്ററിസം എന്ന് പറയുന്നത്. സോ വെഹിമെൻ്റ്ലി when military values are spread up, there will be centralization of authority, discipline, conformity in mainstream national and economic political life. അപ്പോൾ ഒരു രാജ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ സൈനികപരമായിട്ടുള്ള വാല്യൂസ് സ്പ്രെഡപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് സെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി എന്ത് ചെയ്യപ്പെടും, കേന്ദ്രീകരിക്കും. ദാറ്റ് മീൻസ് ദ പവർ ഈസ് കോൺസെൻട്രേറ്റഡ് ഓൺ എ പർട്ടിക്കുലർ പേഴ്സൺ, സെൻട്രലൈസേഷൻ. ദെൻ ഡിസിപ്ലിൻ ഉണ്ടാവുന്നു, അച്ചടക്കം. ദെൻ കൺഫോമിറ്റി ഇൻ മെയിൻ സ്ട്രീം നാഷണൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ്. ജനങ്ങളുടെ മുഖ്യധാര സാമൂഹ്യ, രാഷ്ട്രീയ, ദേശീയപരമായ ജീവിതത്തിന് ഉറപ്പുണ്ടാവുന്നു. ഇപ്പോൾ നമ്മുടെ ഡെമോക്രസി ഉണ്ടാകുമ്പോൾ അവിടെ എന്താ, ജനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള പവേഴ്സ് ഉണ്ട്, അല്ലേ, ഫ്രീഡം ഉണ്ട് അവർ ജനങ്ങൾക്ക്. പക്ഷേ ഒരു മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ വന്നാലോ ആദ്യം കട്ട് ചെയ്യുന്നത് എന്താണ്, ജനങ്ങളുടെ ഫ്രീഡമാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡിവിജ്വൽ ലിബേർട്ടി അവിടെ ഇല്ലാതാക്കുക. അതിന് ഉദാഹരണമാണ് നമ്മൾ കണ്ട ഇറ്റലിയിലും ജർമ്മനിയിലും. അപ്പം മുസോളിനിയും ഹിറ്റ്ലറുടെ ഭരണമെന്ന് പറയുന്നത് അവിടുത്തെ അദ്ദേഹം ആര്യൻ റേസിൽപ്പെട്ട ആളായതുകൊണ്ട് അവിടുത്തെ എന്താ ജ്യൂസ് എന്ന് പറയുന്ന റേസിൽപ്പെട്ട എല്ലാവരും ഇദ്ദേഹം എന്ത് ചെയ്യാണ് ചെയ്തത്, കൊന്നെടുക്കുക. നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ, ഏകദേശം 75,000-ഓളം ആളുകൾ എന്ത് ചെയ്തു, ഒരു ഗ്യാസ് ചേമ്പറിൽ കയറ്റി പുകച്ചു കൊള്ളുന്നൊരു സംഭവം ഉണ്ടായി. അപ്പോൾ അത് മിലിറ്ററി ഭരണം വരുമ്പോൾ ഒരു രാജ്യത്ത് എന്തുണ്ടാവുന്നു, അച്ചടക്കം ഉണ്ടാവുന്നു. പക്ഷേ അതിൻ്റെ കോൺട്രവേഴ്സിയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് എന്താ, ജനങ്ങളുടെ സ്വാതന്ത്ര്യം എന്ത് ചെയ്യുന്നു, നഷ്ടമാകുന്നു. സോ മിലിറ്ററിസം ഈസ് ആൻ ആക്ട് ഓഫ് ടേക്കിംഗ് പൊളിറ്റിക്കൽ കൺട്രോൾ ബൈ ഫോഴ്സ് ആൻഡ് റിപ്ലേസിങ് സിവിലിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിത്ത് മിലിറ്ററി ലീഡർഷിപ്പ്. അതായത് സൈനിക നേതൃത്വത്തിൻ്റെ സഹായത്തോടു കൂടി സിവിലിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എല്ലാം എന്ത് ചെയ്തുകൊണ്ട്, റീപ്ലേസ് ചെയ്തുകൊണ്ട്, ഇല്ലാതാക്കിക്കൊണ്ട് അവിടുത്തെ പൊളിറ്റിക്കൽ കൺട്രോൾ ആരേറ്റെടുക്കുന്നു, മിലിറ്ററി ഏറ്റെടുക്കുന്ന സിസ്റ്റമാണ് ഏത് പറയാം, മിലിറ്ററി സിസ്റ്റം അല്ലെങ്കിൽ മിലിറ്ററിസം എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ റിസൾട്ടഡ് ഇൻ ദ റിസെപ്ഷൻ ഓഫ് ഡെമോക്രാറ്റിക് വാല്യൂസ്. അവിടെ ജനാധിപത്യ മൂല്യങ്ങളെല്ലാം എന്ത് ചെയ്യാം, ഇല്ലാതാവുന്നു. സോവറിറ്റി ഇല്ലാതാവുന്നു, ഈക്വാളിറ്റി ഇല്ലാതാവുന്നു, ഫ്രീഡം ഓഫ് പ്രസ് ഇല്ലാതാവുന്നു, ദെൻ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ സിസ്റ്റം എല്ലാം എന്ത് ചെയ്യപ്പെടുന്നു, ഇല്ലാതാവും. ഇപ്പോൾ എടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും വലിയൊരു കോൺസിക്വൻസ് പറയുന്നത് ലാക്ക് ഓഫ് ഇൻഡിവിജ്വൽ ലിബേർട്ടിയാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ അഭാവം എവിടെ ഉണ്ടാകുന്നു, ഒരു മിലിറ്റൻസിയിൽ ഉണ്ടാകുന്നു. So militarism is a process and
മിലിറ്ററൈസേഷൻ ഈസ് എ പ്രോസസ് ആൻഡ് മിലിറ്ററിസം ഈസ് എ പ്രോസസ്. അവിടെ എന്താ മിലിറ്ററൈസേഷൻ ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ സൈനിക ആധിപത്യം ഉണ്ടാവുന്നു. അവിടെ എന്താ മിലിറ്ററിസം എന്ന് പറയുന്ന ഒരു ഐഡിയോളജി അവിടെ എന്ത് ചെയ്യുന്നു, ഉണ്ടാവുകയും ചെയ്യും. സോ മെനി കൺട്രീസ് ഇൻ ഏഷ്യ, ആഫ്രിക്ക ആൻഡ് ലാറ്റിൻ അമേരിക്ക ഹാവ് ദ ബിറ്റർ എക്സ്പീരിയൻസ് ഓഫ് മിലിറ്ററിസം. ഇപ്പം എന്താ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും രാജ്യങ്ങൾക്കെല്ലാം എന്താണ് ഈ മിലിറ്ററിസത്തിൻ്റെ സൈനിക ഭരണത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾ എന്താ ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഇൻഡിപെൻഡൻ്റ് ആയി ഏകദേശം ഒരു 2 പതിറ്റാണ്ടോളം കാലം അവിടെ തന്നെയായിരുന്നു സൈനിക ഭരണമായിരുന്നു. അതായത് ജനറൽ അയ്യൂബ് ഖാൻ അങ്ങനെയുള്ള ഒരുപാട് യാഹ്യ ഖാൻ അങ്ങനെയുള്ള ഒരുപാട് മിലിറ്ററി ലീഡേഴ്സായി പാകിസ്ഥാൻ്റെ പ്രസിഡന്റുമാരായിരുന്നു. ഈ വളരെ കുറച്ച് കൂടിപ്പോൾ ഒരു ഇത്രയും കാലമായത് 60 വർഷത്തിനുള്ളിൽ ഒരു 10-20 വർഷം മാത്രമേ എന്ത് സംഭവിച്ചിട്ടുള്ളൂ, അവിടെ ഡെമോക്രസി പാകിസ്ഥാനിൽ ബാക്കിയെല്ലാം എന്താണ് മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ. അല്ലെങ്കിൽ ലേറ്റസ്റ്റ് നമ്മൾ പറയുന്ന പർവേസ് മുഷാറഫ് പോലും എന്താ മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു അവിടെ. അതുകൊണ്ട് ഇന്ത്യൻ മിലിറ്ററിയും അവിടുത്തെ മിലിറ്ററിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇന്ത്യൻ മിലിറ്ററി എന്ന് പറയുന്നത് ഈ 3 ഗ്രൂപ്പും അവിടെയുണ്ട്. ലാൻഡ്, എയർ, സീ എല്ലാം അവിടെയുണ്ട്. അല്ല, പിന്നെ ഇന്ത്യയിൽ ഈ ഒരു പ്രോബ്ലം ഉണ്ടായി കണ്ടിട്ടില്ല. എങ്ങനെ? അല്ല, ഇന്ത്യയിൽ നമ്മൾ പണ്ട് മുതൽ തന്നെ എന്താ ഡെമോക്രസി എന്ന് പറയുന്ന സംവിധാനം ഫോളോ ചെയ്യും. ഇവിടെ പ്രസിഡൻ്റാണ് സുപ്രീം കമാൻഡറായിട്ട് പ്രവർത്തിക്കുന്നത്. ഇവിടെ എങ്ങനെ നമ്മൾ ഇതുവരെ ഒരു ഓവർത്രോ ഉണ്ടാണ്. പാർലമെൻ്ററി സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് 2 തരം എക്സിക്യൂട്ടീവ് എവിടെയുണ്ട്, ഇന്ത്യയിൽ ഭരണം നടത്തിക്കൊണ്ട് പോകുന്നു. അപ്പം മിലിറ്ററി എന്ന് പറയുന്നത് നമ്മളെന്താ ഈ പ്രസിഡൻ്റിൻ്റെ കീഴിലുള്ള ഒരു വിങ്ങായിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അവിടെ മിലിറ്ററിക്ക് പവർ കൂടുതലാണ്. അതാണ് പ്രസിഡന്റ് സിസ്റ്റമാണ്. അപ്പം ഭാവിയിൽ ഒരു അല്ലെങ്കിൽ എന്താ അവിടെ ഉണ്ടാകുന്ന വെച്ചാൽ ഈ മിലിറ്ററി ലീഡേഴ്സ് തന്നെ ആരായി മാറും, ഭരണാധികാരികളെ മാറുന്നൊരു പ്രവണതയുണ്ട്. എന്ന് വെച്ചാൽ അവിടെ ദ മൈറ്റ് ഈസ് റൈറ്റ് ഉപയോഗിക്കുന്നു, കയ്യിൽക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന ആ ഒരു രീതി. അങ്ങനെ പർവേസ് മുഷാറഫ് അധികാരത്തിൽ വന്നത് തന്നെ എന്താ നവാസ് ഷെരീഫിനെ പിടിച്ച് വീടുതലങ്ങളിലാക്കിയിട്ടാണ് എന്ത് ചെയ്തത്, അധികാരത്തിൽ വന്നത്. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ബെനസീർ ഭുട്ടോ അതേപോലെ തന്നെ ബംഗ്ലാദേശിലും കുറേ കാലം ഉണ്ടായിരുന്നു, പിന്നെ അത് മാറി. പിന്നെ നമുക്ക് അതിൻ്റെ കാണേണ്ടത് ഈ മിലിറ്ററി അക്കോർഡിംഗ് ടു റിച്ചാർഡ് ടാൻറ്റർ ദർ ആർ 6 ഫീച്ചേഴ്സ് ഓഫ് മിലിറ്ററൈസ്ഡ് സൊസൈറ്റി. 6 സ്വഭാവങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ മിലിറ്ററി സമൂഹത്തിന് ഇദ്ദേഹം റിച്ചാർഡ് ടാൻറ്റർ പറയുന്നത്. ഒന്ന്, പ്രസൻസ് ഓഫ് മിലിറ്ററി ഇൻ ഗവൺമെൻറ്റിൽ ആരുടെ സാന്നിധ്യം, സൈന്യത്തിൻ്റെ സാന്നിധ്യം. അതായത് ഭരണാധികാരികളെല്ലാം ആരായിരിക്കും, മിലിറ്റൻസ് ആയിരിക്കും, അല്ലെങ്കിൽ മിലിറ്ററി ലീഡേഴ്സ് ആയിരിക്കും. ദെൻ പ്രസൻസ് ഓഫ് മിലിറ്ററി ഇൻ ദി എക്കണോമിക് ലൈഫ് ഓഫ് നേഷൻ. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക ജീവിതത്തിൽ ആരുടെ സ്വാധീനം, മിലിറ്ററിയുടെ സാന്നിധ്യം. ദെൻ ട്രഡീഷണൽ വാല്യൂസ് ആർ മോഡിഫൈഡ് ടുവേഴ്സ് മിലിറ്ററി വാല്യൂസ് ആൻഡ് നോംസ് ത്രൂ മിലിറ്ററൈസേഷൻ ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. പരമ്പരാഗതമായിട്ടുള്ള മൂല്യങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് അവിടെ എന്താ സൈനിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് മിലിറ്ററി നോംസിനായിരിക്കും, സൈനികപരമായ നിയമങ്ങൾക്കായിരിക്കും എന്താ കൂടുതൽ പ്രസക്തി. റെഗുലർ വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, നിരന്തരമായിട്ടുള്ള എന്താ മനുഷ്യാവകാശ ലംഘനം ഉണ്ടാവും. സപ്രഷൻ ഓഫ് പ്രൊട്ടസ്റ്റ് ത്രൂ കൗണ്ടർ മെഷേഴ്സ്, ആരെങ്കിലും എതിരെ തിരിഞ്ഞാൽ അവരെ എന്ത് ചെയ്യുന്നു, അടിച്ചമർത്തുന്ന പ്രവണത. എ ഹ്യൂജ് മിലിറ്ററി ബഡ്ജറ്റ്, വളരെ എന്താ ഭീമമായ മിലിറ്ററി ബഡ്ജറ്റും ആയിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ എന്തായാലും അങ്ങനെ ഒരു പ്രവണത എന്താ ഇല്ല. അപ്പോൾ ഇവിടെ ഇതിന് നെഗറ്റീവായിട്ട് നമുക്ക് എന്താണ് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് സംഭവിക്കുന്നു, മനുഷ്യാവകാശ ലംഘനം. അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്താ നമ്മുടെ ഇന്ത്യ പോലെയുള്ള നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനോ അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊന്നും എവിടെയില്ല, ഈ മിലിറ്ററി രാജ്യങ്ങളിൽ എന്താ ഇല്ല. അടുത്തതിൻ്റെ കോസസ് ആണ്. There are several causes that contributed to the development of militarism in a society. ഒരു സമൂഹത്തിൽ എന്താ മിലിറ്ററിസം ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുമുണ്ട്. സോ ദേ ആർ മെയിൻലി സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ക്യാരക്ടർ. അപ്പോൾ ഈ മിലിറ്ററിസം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമാണ്. ഒന്നാമത്തെ നമുക്ക് സോഷ്യൽ കോസ് നോക്കാം. സോ മിലിറ്ററിസം ഈസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സോഷ്യൽ സിസ്റ്റം ഇൻ എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥയാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, മിലിറ്ററിസം ബാധിക്കുന്നത്. അതായത് ഇൻഎഫക്റ്റീവ് സോഷ്യൽ മൊബിലൈസേഷൻ ബൈ ദ പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യൽ കോസായിട്ട് നമുക്ക് പറയാം. രാഷ്ട്രീയ പാർട്ടികളുടേതായിട്ടുള്ള സോഷ്യൽ മൊബിലൈസേഷൻ ഇല്ലായിരിക്കും ഇവിടെ. രാഷ്ട്രീയ പാർട്ടികൾക്ക് യാതൊരു വിധമായ പ്രാധാന്യവും ഇല്ലാത്തൊരവസ്ഥയാണ് സോഷ്യൽ കോസസിൽ ഒന്നാമത്തത്. രണ്ടാമത്തെ പറയുന്നത്
internal disturbances in a society as a result of communal violence and ethnic conflict. വംശീയ കലാപങ്ങളുണ്ടാവാം, സാമുദായികപരമായ മതപരമായ ആക്രമണങ്ങൾ മൂലം എന്ത് ചെയ്യുന്നു, ഇന്റേണൽ ഡിസ്റ്റർബൻസസ് സമൂഹത്തിൽ ആഭ്യന്തരപരമായ പ്രശ്നങ്ങൾ എല്ലായ്പ്പോഴും എന്ത് ചെയ്യും. അപ്പം സോഷ്യൽ കോസസ് രണ്ടെണ്ണമാണ് പറയുക. ഒന്നാമത്തെ എന്താണ്, ഇൻഎഫക്റ്റീവ് സോഷ്യൽ മൊബിലൈസേഷൻ ബൈ, ജനങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ പൊളിറ്റിക്കൽ പാർട്ടീസിന് കഴിയാത്തൊരവസ്ഥ. പിന്നെ ഇന്റേണൽ ഡിസ്റ്റർബൻസ് ആണ്. അതുണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് കമ്മ്യൂണൽ വയലൻസിൻ്റെ ഫലമായിട്ടും മതമൗലിക ആക്രമണങ്ങളുടെ ഫലമായിട്ടും എത്നിക് കോൺഫ്ലിക്റ്റ്, വംശീയ കലാപങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഫലമായി എന്ത് ചെയ്യുന്നു, അവിടെ കോൺഫ്ലിക്ട്സ്, ഇന്റേണൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാകും. രണ്ടാമത്തത് പൊളിറ്റിക്കൽ കോസ് ആണ്. സോ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കോസ് ഓഫ് മിലിറ്ററിസം ഈസ് പൊളിറ്റിക്കൽ കോസ്. മിലിറ്ററിസം ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയ കാരണങ്ങളാണ്. ദി ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ കോസ് എന്ന് പറയുന്നത് ഒന്ന് പുവർ ഡെമോക്രാറ്റിക് എക്സ്പീരിയൻസ്, ജനാധിപത്യപരമായ പരിജ്ഞാനമില്ല ആണ്. അവിടെ ഡെമോക്രസി ഇല്ലാത്തൊരവസ്ഥ. ഡെമോക്രസിക്ക് പകരം എന്താ, മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്നത്. ദെൻ വീക്ക് പൊളിറ്റിക്കൽ സ്ട്രക്ചർ ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം, രാഷ്ട്രീയ വ്യവസ്ഥയും രാഷ്ട്രീയ ഘടനയും എന്തായിരിക്കും, മോശമായിരിക്കും. ലോ ലെവൽ ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ, രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും അതിൻ്റെ താഴെത്തട്ടിലായിരിക്കും. ദെൻ ആബ്സെൻസ് ഓഫ് വൈബ്രൻറ്റ് ആൻഡ് മാസ് ബേസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്, വളരെ എഫക്റ്റീവായ വൈബ്രൻ്റ് ആയിട്ട് ചലനാത്മകതയുള്ള ജനങ്ങളുടെ പിന്തുണയുള്ള പാർട്ടികളുടെ അഭാവം. ദെൻ നെക്സസ് ബിറ്റ്വീൻ സിവിലിയൻ എലൈറ്റ് ആൻഡ് മിലിറ്ററി എലൈറ്റ്, ഈ സൈനിക വിഭാഗത്തിലെ ഉപരിവർഗം കാണും എലൈറ്റ് ഗ്രൂപ്പുകൾ. സാധാരണ കോമൺ സിറ്റീസിനകത്തും എന്തുണ്ടാവും, എലൈറ്റ് ഗ്രൂപ്പുകൾ വരും. അപ്പോൾ അവർ തമ്മിലുണ്ടാവുന്ന കോൺട്രഡിക്ഷൻ, അതും എന്താ, മിലിറ്ററിസം ഉണ്ടാവാനുള്ള പൊളിറ്റിക്കൽ കോസസ് ആണ്. അപ്പം പുവർ ഡെമോക്രാറ്റിക് എക്സ്പീരിയൻസ്, വീക്ക് പൊളിറ്റിക്കൽ സ്ട്രക്ചർ ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം, ലോ ലെവൽ ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ, ആബ്സെൻസ് ഓഫ് വൈബ്രൻറ്റ് ഓർ ആക്റ്റീവ് ആൻഡ് മാസ് ബേസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്, ദെൻ ദ ക്ലാഷ് ബിറ്റ്വീൻ സിവിലിയൻ എലൈറ്റ് ആൻഡ് മിലിറ്ററി എലൈറ്റ്. ഇതാണ് പൊളിറ്റിക്കൽ കോസസ് എന്ന് പറയുന്നത്. ഇതിനടുത്ത് നമുക്ക് എക്കണോമിക് കോസസ് ആണ്, സാമ്പത്തിക കാരണങ്ങളാണ് കാണേണ്ടത്. സോ മിലിറ്ററൈസേഷൻ ഓഫ് സൊസൈറ്റി ഈസ് മെയിൻലി ഡിപ്പെൻഡഡ് ഓൺ എക്കണോമിക് ഫാക്ടേഴ്സ്. ഇപ്പോൾ സാമ്പത്തിക ഘടകങ്ങളും എന്തിനെ ബാധിക്കുന്നുണ്ട്, ഒരു സമൂഹത്തിൽ മിലിറ്ററൈസേഷൻ, സൈനികപരമായ ഭരണം ഉണ്ടാവുന്നതിന് കാരണമാകുന്നു. സോ ഇറ്റ് ഈസ് ദ ലാക്ക് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ദാറ്റ് എൻകറേജസ് മിലിറ്ററി ഇൻ്റർവെൻഷൻ. സാമ്പത്തികപരമായ വികസനത്തിൻ്റെ അഭാവമാണ് എന്താ, ഈ മിലിറ്ററി ഇൻ്റർവെൻഷൻ ഉണ്ടാകുന്നതിന്, സൈനിക ആക്രമണം അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ റോള് കൂടുതലിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. വെൻ ദ സിവിലിയൻ ഗവൺമെൻറ് ഫെയിൽസ് ടു മോഡേണൈസ് എക്കോണമി, ദെൻ ഇറ്റ് വിൽ ലീഡ് ടു മിലിറ്ററി ഇൻ്റർവെൻഷൻ. അതായത് സാധാരണ ഗവൺമെൻറ്, പൗരന്മാരുടെ ഗവൺമെൻറ്, ജനപ്രതിനിധികളുടെ ഗവൺമെൻറ്റുകൾക്ക് എന്താണ്, സാമ്പത്തികപരമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു പോകുമ്പോൾ അവിടെ എന്ത് ചെയ്യപ്പെടും, സൈന്യം അതിനകത്ത് എന്ത് ചെയ്യുന്നു, ഇടപെടും. ഇപ്പോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ അഭാവമാണ്. So lack of economic development is considered as one of the most important reason of militarism എന്ന് നമുക്ക് പറയാം. Then in addition to the above socio-economic political factors, there are some other factors like external power intervention. മറ്റ് പ്രധാനപ്പെട്ട കാരണം എന്താണ്, മിലിറ്ററിസം ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എക്സ്റ്റേണൽ പവർ ഇൻ്റർവെൻഷൻ. ഇപ്പോൾ ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ 1999 യുദ്ധം ഉണ്ടായി, കാർഗിൽ വാർ. അപ്പോൾ ആ കാർഗിൽ വാറിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ട ആ അവസ്ഥയിലാണ് എന്തുണ്ടായത്, നവാസ് ഷെരീഫിനെ പുറത്താക്കിയിട്ട് പർവേസ് മുഷാറഫ് എന്ത് ചെയ്യുന്നത്, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു അഗ്രഷൻ ഉണ്ടായാൽ അത് മിലിറ്ററിസത്തിന് കാരണമാകുന്നു. ദെൻ ആംസ് റേസ്, ആയുധപന്തയം, വാർ, ഇതൊക്കെ എന്തിന് കാരണമാകുന്നു, മിലിറ്ററിസം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. അപ്പോൾ ആ 3 റീസണാണ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്സ്. ഇനി ഇതിൻ്റെ ആയുധപന്തം വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു രാജ്യത്തിലും കൂടുതൽ ആയുധങ്ങൾ എന്ത് ചെയ്യുന്നു, വാങ്ങിക്കൂട്ടുന്നൊരു അവസ്ഥ. ആയുധപന്തം എന്നാണ് പറയുന്നത്, ആംസ് റേസ് എന്ന് പറയുന്നത്. ഇതിന് ആംസ് റേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യക്ക് തോന്നുന്നു ഇന്ത്യയിൽ ന്യൂക്ലിയർ പവേഴ്സ് കുറവാണ്. അതിൻ്റെയാണ് ഇന്ത്യ എന്ത് ചെയ്തത്, 1991 തന്നെ 98 സെക്കൻഡ് ആറ്റമിക് എക്സ്പ്ലോഷൻ രാജസ്ഥാനിലെ പൊക്രാനിൽ നടത്തിയത്. അത് കഴിഞ്ഞപ്പോൾ എന്തായി, അപ്പോൾ ഇന്ത്യയിൽ ന്യൂക്ലിയർ പവർ കൂടി. ദെൻ പാകിസ്ഥാൻ എന്ത് ചെയ്തു, അവിടുത്തെ ചഗായി ഹിൽസിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടത്തി. അപ്പോൾ അത് രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെയും പാകിസ്ഥാനെതിരെയും എന്താണ്, ഉപരോധം പ്രഖ്യാപിക്കുന്നതിന് കാരണമാകും. അപ്പോൾ ആ ഒരു ഇഷ്യൂ വന്നപ്പോൾ എന്ത് സംഭവിച്ചു,
ഈ കാർഗിൽ പ്രശ്നം ഉണ്ടാവുകയും. അപ്പോൾ ആംസ് റേസ് വന്നാൽ എന്താ മിലിറ്ററിസം ഉണ്ടാവും. ദെൻ അടുത്ത ഇതിൻ്റെ കോൺസിക്വൻസസ് ആണ്. എന്തൊക്കെ ആഫ്റ്റർ എഫക്ട്സ് പരിണിത ഫലങ്ങൾ ഇതുമൂലം ഉണ്ടാവും നമുക്ക് നോക്കാം. ദ മിലിറ്ററൈസേഷൻ ബൈ ആൻഡ് ലാർജ് ഈസ് ആൻ ആൻറ്റി തീസിസ് ഓഫ് ഡെമോക്രസി. ശരിക്കും ഒരു ജനാധിപത്യ വിരുദ്ധ പ്രക്രിയയാണ് എന്താ മിലിറ്ററിസം എന്ന് പറയുന്നത്. ദ മെയിൻ ഫീച്ചർ ഓഫ് മിലിറ്ററിസം ഇറ്റ് ഈസ് ദ നെഗേഷൻ ഓഫ് ഡെമോക്രാറ്റിക് വാല്യൂസ് ആൻഡ് റൈറ്റ്സ്. ജനാധിപത്യ മൂല്യങ്ങളുടെയും അവകാശങ്ങളുടെയും നെഗേഷൻ, അവഗണനയാണ് എന്താ മിലിറ്ററിസം എന്ന് പറയുന്നത്. കോൺസിക്വൻസ് ഓഫ് മിലിറ്ററൈസേഷൻ ആർ സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഇൻ ക്യാരക്ടർ. സോ ഇതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് സാമൂഹ്യപരമായും സാമ്പത്തികപരമായും രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ കോൺസിക്വൻസ് ഉണ്ടാവുന്നു. പ്രധാനപ്പെട്ട കോൺസിക്വൻസ് നമുക്ക് നോക്കാം. ഒന്ന്, റിപ്രഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, മനുഷ്യാവകാശ ലംഘനവും അടിച്ചമർത്തലും. സോ ദ മിലിറ്ററി കൺട്രോൾഡ് റെഷീംസ് enforce extreme form of repression including torture, brutality and political killing. അപ്പോൾ ഈ മിലിറ്ററി കൺട്രോൾഡ് മേഖലയിൽ അവിടെ എന്താ നമ്മൾ കാണുന്നത്, ഏറ്റവും അങ്ങേയറ്റത്തെ അടിച്ചമർത്തൽ, ടോർച്ചർ, പീഡനം, ബ്രൂട്ടാലിറ്റി, ക്രൂരത, പൊളിറ്റിക്കൽ കില്ലിംഗ്, രാഷ്ട്രീയ കൊലപാതകങ്ങൾ വഴി എന്ത് ചെയ്യുന്നു, ജനങ്ങളെ അടിച്ചമർത്തും. And even the political rights such as voting, functioning of political party and political participations are restricted in these military control regimes. ഇങ്ങനെ സൈനിക നിയന്ത്രണങ്ങളുള്ള മേഖലയിൽ എന്താണ്, ജനങ്ങളുടെ രാഷ്ട്രീയ അവകാശങ്ങളായിട്ടുള്ള വോട്ടിംഗ് അവകാശം നഷ്ടപ്പെടുന്നു, പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ പ്രവർത്തനങ്ങളെ ഇത് ബാധിക്കുന്നു, ജനങ്ങളുടെ രാഷ്ട്രീയ പങ്കാളിത്തം എന്ത് ചെയ്യുന്നു, ഇല്ലാതാക്കുന്നു. അങ്ങനെ സൈനിക ഭരണം നിലനിൽക്കുന്നിടത്ത് ജനങ്ങൾക്ക് വോട്ടവകാശം ഇല്ല, പൊളിറ്റിക്കൽ പാർട്ടീസിന് പാർട്ടിസിപ്പേഷൻ ഇല്ല, ദെൻ പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ എന്ത് ചെയ്യുന്നു, ഇല്ലാതാവുന്നു. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ആർ കോമൺ ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്. ഈ ഒരു പശ്ചാത്തലത്തിൽ അവിടെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യാവകാശങ്ങളുടെ ലംഘനം. ദ മിലിറ്ററി വിൽ ഇമ്പോസ് സെൻട്രലൈസേഷൻ ഇൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആൾ ബോഡീസ് ഇൻക്ലൂഡിങ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ട്രേഡ് യൂണിയൻ, ഫാമേഴ്സ് ഓർഗനൈസേഷൻ ആൻഡ് പ്രസ്. അവിടെ എന്താ, മിലിറ്ററിയുടെ സെൻട്രലൈസേഷൻ ഇമ്പോസ് ചെയ്യുന്നതാണ്. ദ മിലിറ്ററി ഈസ് സുപ്രീം ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഏരിയ. അവിടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനും ട്രേഡ് യൂണിയൻസും അതുപോലെ തന്നെ എന്താണ്, ഫാമേഴ്സും ഓർഗനൈസേഷൻ ഓഫ് പ്രസ്സും എല്ലാം എന്ത് ചെയ്യപ്പെടുന്നു, ഇല്ലാതാവുന്നതാണ്. പത്രസ്വാതന്ത്ര്യം ഇല്ല, ഫാമേഴ്സ് ഓർഗനൈസേഷൻ ഇല്ല, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലാത്ത ഇവരുടെ എല്ലാം ഭരണം ആരുടെ കീഴിലായിരിക്കും, ഈ മിലിറ്ററിയുടെ കീഴിലായിട്ട് മാറും. ദെൻ ലോസ് ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ അഭാവം. So militarism misuses resources which should have otherwise used for development. മിലിറ്ററിസം ഇപ്പോൾ ഒരു സൈനിക ശക്തി എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി എന്തിനു വേണ്ടി ചിലവഴിക്കണം, ഈ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം, ചിലവഴിക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ്, ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് അവിടെ എന്ത് ചെയ്യുന്നു, ഇല്ലാതാവുന്നു. ദ ഡെവലപ്പിംഗ് കൺട്രീസ് മിലിറ്ററി സ്പെൻഡിങ് നൗ accounts more than 20% of the world total military budget. സൈനിക ഭരണമുള്ള രാജ്യങ്ങളിൽ, ലോകത്തിലെ രാജ്യങ്ങൾ സൈനിക ആവശ്യങ്ങൾക്ക് ചിലവാക്കുന്നതിനേക്കാട്ടിലും 20% കൂടുതൽ പൈസയാണ് എന്ത് ചെയ്യുന്നത്, ഒരു സൈനിക ഭരണമുള്ള രാജ്യത്തിൽ എന്ത് ചെയ്യുന്നത്, ചിലവഴിക്കുന്നത്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കൺസ്യൂംസ് എ ലോട്ട് ഓഫ് മണി. ഇപ്പോൾ എന്താ, മിലിറ്ററിക്ക് വേണ്ടിയിട്ടുള്ള ഗവേഷണങ്ങളും അതുപോലെ തന്നെ അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ഒരുപാട് പണം അവരെന്ത് ചെയ്യുന്നു, ചിലവഴിക്കുന്നു. ഇൻ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സസ് ആർ യൂസ്ഡ് ഫോർ ചീഫ് സപ്ലൈ ഓഫ് സ്ട്രാറ്റജിക് വെപ്പൺസ്. എന്താ, മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്, സൈനിക വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കും. അവിടുന്ന് എന്ത് ചെയ്യുന്നു, സ്ട്രാറ്റജിക് ആയിട്ടുള്ള വെപ്പൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് പൈസ എന്ത് ചെയ്യുന്നു, ചിലവഴിക്കുന്നു. ദെൻ ഇറ്റ് യൂസസ് എ ലോങ് സ്പേസസ് വിച്ച് ഡാമേജസ് എൻവയോൺമെൻറ്റ്. മിലിറ്ററി ഇമ്പോർട്ട്സ് ജൈജാൻറ്റിക് ഡെപ്റ്റ്. ഇതുണ്ടാക്കുന്ന മറ്റ് പ്രശ്നം എന്താണ്, എൻവയോൺമെൻറ്റ് എന്ത് ചെയ്യുന്നു, പ്രശ്നം ഉണ്ടാക്കും. ഇപ്പോൾ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടത്തുമ്പോൾ ദാറ്റ് വിൽ അഫക്റ്റ് ദി എൻറ്റയർ എൻവയോൺമെൻറ്റ് ഓഫ് ദാറ്റ് ഏരിയ അല്ലേ. ഒരു പരീക്ഷണം നടത്തുമ്പോൾ എന്താണ്, പരിസ്ഥിതി ഒരുപാട് ബാധിക്കും. ദെൻ എന്താ, മിലിറ്ററി ഇമ്പോർട്ട്സ്, സൈനികമായ ഉപകരണങ്ങൾ എന്ത് ചെയ്യേണ്ടി വരുന്നു, ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നു. അപ്പം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ ആയുധങ്ങൾ വാങ്ങുന്നൊരവസ്ഥ. അപ്പോൾ അതൊരു ഹ്യൂജ് ആയിട്ടുള്ള ഡെപ്റ്റ് കടക്കണിയിലേക്ക് വരെ എന്ത് ചെയ്യുന്നു, നയിക്കും. സോ ദ ആംസ് സ്പെൻഡിങ് ഡീസ്റ്റെബിലൈസസ് ദി എക്കോണമി ഓഫ് ദി ഡെവലപ്ഡ് വേൾഡ്. അപ്പോൾ ഇങ്ങനെയുള്ള ആയുധങ്ങളുടെ ചിലവ് എന്ത് ചെയ്യുന്നു,
അവിടുത്തെ എക്കണോമിക് സിസ്റ്റം ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ, എക്കണോമിക് സിസ്റ്റം തകർക്കുന്നതിന് കാരണമാകും. അടുത്ത അണ്ടർ ഡെവലപ്മെൻറ്റ് മറ്റൊരു കോൺസിക്വൻസ് ആണ്. ദർ ഈസ് എ ക്ലോസ് ലിങ്ക് ബിറ്റ്വീൻ മിലിറ്ററിസം ആൻഡ് അണ്ടർ ഡെവലപ്മെൻറ്റ്. കോൺസിക്വൻസ് എന്ന് പറയുന്ന അണ്ടർ ഡെവലപ്മെൻ്റ് ആണ്. സോ ദർ ഈസ് എ ക്ലോസ് ലിങ്ക് ബിറ്റ്വീൻ മിലിറ്ററിസം ആൻഡ് അണ്ടർ ഡെവലപ്മെൻറ്റ്. അണ്ടർ ഡെവലപ്മെൻറ്റും മിലിറ്ററിസവും തമ്മിൽ വളരെയധികം ലിങ്കുണ്ട്. സോ ദ മിലിറ്ററി മാറ്റേഴ്സ് ഡോമിനേറ്റ്സ് ഇൻ ദ മെയിൻ സ്ട്രീം അജണ്ട ഓഫ് അഡ്മിനിസ്ട്രേഷൻ. എന്ത് സംഭവിക്കുന്നത്? രാഷ്ട്രത്തിൻ്റെ ഭരണപരമായ കാര്യങ്ങളിൽ എന്താ മിലിറ്ററി മാറ്റേഴ്സിൻ്റെ ഡോമിനേഷൻ. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു? ആസ് എ റിസൾട്ട് ദി ഇഷ്യൂസ് ലൈക്ക് പോവേർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, ഇലിറ്ററസി ആൻഡ് സച്ച് ബിക്കം അൺട്രസ്റ്റ്. അതപ്പോൾ ഇങ്ങനെ ഭരണപരമായ കാര്യങ്ങളിൽ മിലിറ്ററി ഡോമിനേഷൻ ഉണ്ടായാൽ അവിടെ ഇത് സംഭവിക്കാം. പണം എന്ത് ചെയ്യേണ്ടി വരുന്നു? ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, മിലിറ്ററിയുടെ ആവശ്യത്തിന് വേണ്ടി ചിലവഴിക്കണം. സ്വാഭാവികമായിട്ടും പോവേർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, ഇലിറ്ററസി പോലെയുള്ള ഇഷ്യൂസ് എന്ത് ചെയ്യുന്നു? അവിടെ ഉണ്ട്. അതുപോലെ രാജ്യം അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് മാറും. പിന്നെ അടുത്ത ഡിപ്പെൻഡൻസിയാണ്. സോ മിലിറ്ററിസം ഇൻക്രീസസ് ഡിപ്പെൻഡൻസി ഓഫ് ദി ഡെവലപ്പിംഗ് കൺട്രീസ്. മിലിറ്ററിസിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ഡെവലപ്പിംഗ് കൺട്രീസ് തമ്മിലുള്ള ഡിപ്പെൻഡൻസി എന്ത് ചെയ്യുന്നു? കൂടുന്നു. അതായത് ദേ കനോട്ട് പ്രൊഡ്യൂസ് സോഫിസ്റ്റിക്കേറ്റഡ് വെപ്പൺസ്. ഒരു രാജ്യത്തിന് എന്ത് ചെയ്യാൻ കഴിയത്തില്ല? സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെപ്പൺസ് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ അവരെ കൊണ്ട് കഴിയത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ദേ ബിക്കം മോർ ആൻഡ് മോർ ഡിപ്പെൻഡൻറ്റ് വിത്ത് എക്സ്റ്റേണൽ സപ്ലൈ. ബാഹ്യമായ സപ്ലൈയിലേക്ക് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു? ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. ഇപ്പോൾ ഇന്ത്യ തന്നെ നമ്മൾ പറയുന്നു, ഇന്ത്യക്ക് ഒരു സോഫിസ്റ്റിക്കേറ്റഡ് വെപ്പൺ ഡെവലപ്പ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ, പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമ്പോൾ ഇന്ത്യ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു? സോവിയറ്റ് യൂണിയനെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് എന്ത് ചെയ്യുന്നു? സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ മിലിറ്ററി അസിസ്റ്റൻസ് പ്രോഗ്രാം ആൻഡ് എയ്ഡ്സ് ഫ്രം വെസ്റ്റേൺ വേൾഡ് ഇൻക്രീസസ് ഡിപ്പെൻഡൻസി ആൻഡ് പൊളിറ്റിക്കൽ ഹെജ്മണി. അപ്പോൾ ഇങ്ങനെയുള്ള സൈനിക സഹായ പദ്ധതികൾ അല്ലെങ്കിൽ വെസ്റ്റേൺ വേൾഡിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നമ്മൾ സൈനിക സഹായങ്ങൾ സ്വീകരിക്കുമ്പോൾ അതെന്താണ്? അവിടെ പൊളിറ്റിക്കൽ ഹെജ്മണിയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള മേധാവിത്വത്തിൽ എന്താണ്? ഡിപ്പെൻഡൻസി എന്ത് ചെയ്യുന്നു? ഉണ്ടാകുന്നു. സോ വൺസ് പൊളിറ്റിക്കൽ ഹെജ്മണി ഈസ് എസ്റ്റാബ്ലിഷ്ഡ്, എക്കണോമിക്, സോഷ്യൽ ആൻഡ് ടെക്നോളജിക്കൽ ഡിപ്പെൻഡൻസി ഈസ് ദ റിസൾട്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ രാഷ്ട്രീയപരമായിട്ടൊരു രാജ്യത്തിൻ്റെ മേൽക്കോയ്മ അംഗീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും സാമ്പത്തികമായിട്ടും സാമൂഹികപരമായും സാങ്കേതിക വിദ്യയിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു? ആ രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. അത് നമുക്ക് ഒരുപാട് ലോസ് എന്ത് ചെയ്യുന്നു? ഉണ്ടാകും. സോ ടു കൺക്ലൂഡ്, മിലിറ്ററൈസേഷൻ ഓർ മിലിറ്ററിസം ഈസ് എ ഡബിൾ എഡ്ജ്ഡ് സോർഡ് വിത്ത് ഇറ്റ്സ് ഓൺ ഡിസ്ട്രക്റ്റീവ് ഫീച്ചേഴ്സ്. ഇരുതല മൂർച്ചയുള്ളൊരു വാളാണ് ഏതാ മിലിറ്ററിസം അല്ലെങ്കിൽ മിലിറ്ററൈസേഷൻ എന്ന് പറയുന്നത്. അത് അതിൻ്റേതായ നാശനഷ്ടങ്ങൾ എന്ത് ചെയ്യുന്നു? ഉണ്ടാക്കണം. So it is the right time to find out solution to preserve democracy and to avoid the growing threat of militancy. അപ്പോൾ അതുകൊണ്ട് എന്താണ്? ശരിയായ സമയത്ത് തന്നെ എന്ത് ചെയ്യണം? ഇതിന് സൊല്യൂഷൻ കണ്ടെത്തണം. സൊല്യൂഷൻ ഒന്നേ ഉള്ളൂ. To overthrowing this militarization, we should establish democratic administration. ജനാധിപത്യപരമായ ഭരണം സ്ഥാപിച്ചെടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ മിലിറ്ററിസത്തിൻ്റെ ഭീഷണി എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. അത്രയേ ഉള്ളത്.